നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചു. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് രാഷ്ട്രപതി നിർദ്ദേശം നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. ഇതിനിടെ കേസിന്റെ വിചാരണാ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അന്തിമവാദം ആരംഭിക്കും. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിലാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും അതിനായി സമഗ്ര അന്വേഷണം വേണമെന്നും കത്തിലാവശ്യപ്പെടുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്ന് പരാതിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയെ സമീപിക്കുന്നത് എന്നും കത്തിൽ പറയുന്നു. സമഗ്ര അന്വേഷണത്തിന് രാഷ്ട്രപതി നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയുടെ സുപ്രധാന ഘട്ടം പൂർത്തിയായി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ അന്തിമവാദം ആരംഭിക്കും. ആദ്യം പ്രോസിക്യൂഷൻ്റെ വാദവും തുടർന്ന് പ്രതിഭാഗം വാദവും നടക്കും. അന്തിമവാദം 1 മാസം കൊണ്ട് പൂർത്തിയാക്കും. അന്തിമവാദം പൂർത്തിയാകുന്നതോടെ കേസ് വിധി പറയാൻ മാറ്റും. 6 വർഷവും 9 മാസവും നീണ്ട ദീർഘവിചാരണയാണ് കേസിൽ നടന്നത്. രാജ്യം ഉറ്റുനോക്കിയ ബലാത്സംഗത്തിന് കൊട്ടേഷൻ എന്ന അപൂർവതയും ഈ കേസിനുണ്ട്. പൾസർ സുനി എന്ന സുനിൽകുമാർ 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.